നടൻ ഷമ്മി തിലകൻ വർഷങ്ങളായി ഒരു പോരാട്ടത്തിലായിരുന്നു. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ. കൊല്ലത്തെ സ്വന്തം വീടിന് സമീപത്ത് അനധികൃതമായി നിർമ്മിച്ച മണി മാർട്ട് എന്ന ഷോപ്പിംഗ് മാളാണ് പ്രശ്നവിഷയം. ഷോപ്പിംഗ് മാളുകാർ പ്രവർത്തനം തുടങ്ങിയതു മുതൽ സമീപത്തെ വീട്ടുകാരെ തുരത്തി ഓടിക്കാൻ മാലിന്യം ഒഴുക്കി വിടുകയായിരുന്നു. എന്നാൽ ഷമ്മി തിലകൻ കോടതിയിൽ നിയമയുദ്ധത്തിന് പോയി. ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് ഷോപ്പിംഗ് മാൾ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവും ലഭിച്ചിരിക്കുന്നു. മണീസ് ഫാമിലി മാർട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഞാനും അടക്കമുള്ള സമീപവാസികൾ പരാതി നൽകിയതിനെ തുടർന്ന് 12/5/2011 കൊല്ലം കോർപ്പറേഷന് ഏകദേശം 10,200 സ്ക്വയർ ഫീറ്റ് കെട്ടിട ഭാഗങ്ങൾ അനധികൃത നിർമ്മാണമെന്ന് കണ്ട് പൊളിച്ചു മാറ്റാനായിട്ട് സ്ഥിരീകരിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ആ സ്ഥിരീകരിച്ച ഉത്തരവിൻ്റെ മേലെ ഈ സ്ഥാപനമുടമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അപ്പലറ്റ് അതോറിറ്റിക്ക് മുമ്പാകെ അവർ അപ്പീൽ നൽകുകയും ആ അപ്പീൽ നിഷ്കരണം അപ്പലറ്റ് അതോറിറ്റി തള്ളുകയും അതിനെതിരെ 2011 അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ചിൽ സമീപിക്കുകയും ഏകദേശം 3 വർഷത്തോളം എടുത്ത് ഹൈക്കോടതി 2015 ഒരു ഓർഡർ ഉണ്ടാകുകയും ആ ഓർഡറിനെതിരെ ഞാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പേ അപ്പീൽ കൊടുക്കും. ആ അപ്പീലിനുള്ള ജഡ്ജ്മെൻ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതൊരു വളരെ മനോഹരമായ ജഡ്ജ്മെൻ്റാണ്. അതായത് പോരാട്ടം നടത്തിയാൽ നിയമത്തെ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിയാൽ വിജയം സത്യത്തിൻ്റെ മുമ്പിൽ മാത്രമാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ജഡ്ജ്മെൻറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പ്രകാരം ഇവരുടെ ഈ 10,200 സ്ക്വയർ ഫീറ്റ് കെട്ടിട ഭാഗം 3 മാസത്തിനകം പൊളിച്ചു മാറ്റി എന്ന് കൊല്ലം കോർപ്പറേഷൻ ഉറപ്പുവരുത്തണം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. അത് പൊളിച്ചു മാറ്റുന്നത് വരെ ഞാൻ നിയമയുദ്ധം നടത്തും. നിന്നോട് ഞാൻ പറഞ്ഞതാ ഒരുമാതിരി ആന്റി പ്ലേ എൻ്റെ പിള്ളേരുടെ തിറക്കരുത്. അണ്ണാ ഈ ആന്റി പ്ലേ എന്ന് വെച്ചാൽ എന്തുവാ? ആന്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? അമ്മായി. ആ അമ്മായി കളി, അവന്റെ അമ്മായി കളി എന്നോട് വേണ്ട. ഓ അതാണ്. ഈ സിറ്റിയിൽ എന്റെ അപ്പുറത്ത് അമ്മായി കളി ഇല്ല. അത് പൊളിച്ചു മാറ്റുന്നത് വരെ ഞാൻ നിയമ പോരാട്ടം തുടരും. ഷമ്മി തിലകൻ ഇങ്ങനെ അവസാനം വരെ നിയമയുദ്ധത്തിന് പോയതുകൊണ്ടാണ് ഈ വിധി സ്വന്തമായത്. സാധാരണക്കാരനായ ഒരാൾക്ക് എത്ര കാലം വൻകിടക്കാരോട് പോരാടി നിൽക്കാൻ കഴിയും? ഇനി കോടതികൾ അനുകൂലമായാൽ പോലും ഭരണകൂടങ്ങളും കനിയണമല്ലോ. സർക്കാരും ഉദ്യോഗസ്ഥരും വിചാരിച്ചാൽ അട്ടിമറിക്കാൻ കഴിയാത്ത ഏത് നിയമമുണ്ട് ഈ നാട്ടിൽ? ഷമ്മി തിലകന് അഭിവാദ്യങ്ങൾ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.